മുഖ്യമന്ത്രിയായി ഇവിടെയല്ല, തമിഴ്നാട്ടിൽ ഇതുവരെ MLA പോലും ആകാതിരുന്ന, ഭരണപരിചയമൊന്നുമില്ലാത്ത ഒരു സിനിമാ നടൻ വിജയ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യിച്ച് ഭരണം തുടങ്ങി. അവിടെ നയ തീരുമാനങ്ങളൊക്കെ എടുത്തു തുടങ്ങി. 717 ബാർ പൂട്ടാൻ തീരുമാനിച്ചു. അവിടെയുള്ള പ്രധാന പാർട്ടിയുടെ നേതാക്കളെയൊക്കെ വീട്ടിൽ പോയി കാണുന്നു. അങ്ങനെ അദ്ദേഹം ഒരു പുതിയ നയങ്ങൾ രൂപീകരിച്ച് നടപ്പാക്കി ഭരണം തുടങ്ങി. കേരളത്തിലെ ഇലക്ഷൻ നടന്നതിന് ശേഷം, അല്ലെങ്കിൽ അതിനോട് കൂടി ഇലക്ഷൻ നടന്ന മറ്റ് പ്രധാന സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി. ബംഗാളിൽ അവിടെ മുഖ്യമന്ത്രി സ്ഥാനമേറ്റു. അദ്ദേഹവും നയങ്ങൾ തുടങ്ങി. അവിടെ മമതാ ബാനർജിയുടെ ഒരു ബന്ധു ഇസഡ് കാറ്റഗറി ആയിട്ട് ഇങ്ങനെ വലിയ സുരക്ഷ, നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി നടന്നതുപോലെ വലിയ ആഡംബരം, ഈ സുരക്ഷയുടെ പേരും പറഞ്ഞ് ആഡംബരം കാണിച്ചിരുന്ന ഒരാളുടെ ആഡംബരമൊക്കെ അങ്ങ് പിൻവലിച്ചു. അങ്ങനെ അവിടെ നയവും നടപടിയും ഭരണവുമൊക്കെ ബംഗാളിലും തുടങ്ങി. ആസാമിലും അതുപോലെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു. അവിടെയും ഭരണം തുടങ്ങി. പക്ഷേ കേരളത്തിൽ ഇതുവരെ മുഖ്യമന്ത്രിയായില്ല, ഭരണവും തുടങ്ങിയില്ല. കഴിഞ്ഞ ഏപ്രിൽ 9 കേരളത്തിലെ ജനങ്ങൾ ശ്രീ പിണറായി വിജയൻ ഇനി വേണ്ട, അദ്ദേഹത്തെ പുറത്താക്കി, ഇനി പുതിയ ഭരണം വേണം, പിണറായി വിജയൻ്റെ നയങ്ങളും നടപടിയൊന്നും നമുക്ക് ഇഷ്ടമല്ല എന്ന് കഴിഞ്ഞ മാസം 9 കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതിയതാണ്. ഒരു മാസം കഴിഞ്ഞിട്ടും ആ ജനങ്ങളുടെ വിധിയെ മാനിക്കാനും ആ പിണറായി വിജയൻ്റെ നയങ്ങൾ തിരുത്താനും മാറ്റാനും ഒന്നും പുതിയ ഭരണമേൽപ്പിച്ച ജനപ്രതിനിധികൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്താണ് കുഴപ്പം? ഇങ്ങനെ താമസിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ട്, തീർച്ചയായിട്ടും കുഴപ്പമുണ്ട്. കാരണം കഴിഞ്ഞ 9 ജനങ്ങൾ പിണറായി വിജയനെ പുറത്താക്കി. പക്ഷേ പിണറായി വിജയൻ ഇപ്പോഴും മുഖ്യമന്ത്രിയായിട്ട് തുടരുകയാണ്. അതായത് കാവൽ മുഖ്യമന്ത്രി, കെയർ ടേക്കർ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ, അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും തുടരുകയാണ് താക്കോൽ സ്ഥാനങ്ങളിൽ. അദ്ദേഹം നിയമിച്ച അഡ്വക്കേറ്റ് ജനറലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലും അവരൊക്കെയാണ് ഇപ്പോഴും ഈ നിയമ മേഖലയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ അഴിമതി ഭരണം ഇപ്പോഴും തുടരുക തന്നെയാണ്, അത് മാറിയിട്ടില്ല. ഈ അഴിമതി കാണിച്ചതിൻ്റെ ഫയലുകളൊക്കെ ഇനി നശിപ്പിക്കപ്പെടുമോ, തെളിവുകൾ നശിപ്പിക്കപ്പെടുമോ? സമയം കിട്ടും തോറും അതൊക്കെ നശിപ്പിക്കാനുള്ള സമയം അവർക്ക് കിട്ടുകയാണ്. ഫയലുകൾ ചിലപ്പോൾ ഇല്ലെന്നായേക്കാം. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഈ താമസിക്കുന്നത് കൊണ്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയ ഭരണം, പുതിയ മുഖ്യമന്ത്രി ചാർജ് എടുക്കാത്തതുകൊണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ നീതിയും ന്യായവും അതുപോലെ സത്യവുമൊക്കെ നടപ്പാകണം എന്ന ഉദ്ദേശത്തിലാണ് കഴിഞ്ഞ മാസം 9 ജനങ്ങൾ ശ്രീ പിണറായി വിജയനെ പുറത്താക്കിയത്. അദ്ദേഹത്തിൻ്റെ കുറേയധികം മന്ത്രിമാരെയും പുറത്താക്കി. പക്ഷേ ഇന്ന് പുതിയ മന്ത്രിമാർ ആ വകുപ്പുകളെ നയിക്കാനില്ല. അങ്ങനെ ഒരു നാഥനില്ല കളരിയായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണോ ജനങ്ങൾ ആഗ്രഹിച്ചത്? എത്രയോ പ്രഗത്ഭന്മാർ ഈ ജയിപ്പിച്ചു വിട്ട ഈ UDF മുന്നണിയിലുണ്ട്. അവിടെ MLAമാരുടെ ഇടയ്ക്ക് നിന്നാണ് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടതെങ്കിൽ അവിടെ VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, KA മുരളീധരനുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെ ഒരു നിര ഭരണ പരിചയമുള്ള കുറേ പ്രാവശ്യം MLAമാരായ ആളുകൾ MLAമാരായിട്ടുണ്ട്. അതിൽ നിന്ന് ആരെങ്കിലും തിരഞ്ഞെടുക്കാം. ഇനി MLAമാർ വേണ്ട MP ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രി ആകണമെന്നാണ് ആ പാർട്ടിയുടെ അല്ലെ മുന്നണിയുടെ തീരുമാനമെങ്കിൽ ശശി തരൂരുണ്ട്, 4 പ്രാവശ്യം MP ആയ ആളാണ്. അതുപോലെ KC വേണുഗോപാലുണ്ട്, അടൂർ പ്രകാശുണ്ട്. അങ്ങനെ ഭരണപരിചയമുള്ള മന്ത്രിമാരായിരുന്നിട്ടുള്ള ആളുകൾ MP-മാരായിട്ട് ഉണ്ട്. ഇനി അവർ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. ഇനി സ്ത്രീകൾ മുഖ്യമന്ത്രി ആണെങ്കിൽ KK രമയുണ്ട്, ഏലത്തൂർ മത്സരിച്ച് ജയിച്ച അഡ്വക്കേറ്റ് വിദ്യയുണ്ട്, രമ്യ ഹരിദാസുണ്ട്, ബിന്ദു കൃഷ്ണനുണ്ട്. അങ്ങനെ ഒരു നിര സ്ത്രീകളും UDF-ൽ മുഖ്യമന്ത്രി ആകാൻ, സ്ത്രീകളാകണമെന്നുണ്ടെങ്കിൽ ആകാൻ കഴിവുള്ള പ്രാപ്തിയുള്ളവരുണ്ട്. ഇനി ഒരു യുവജനങ്ങളിൽ ആരെങ്കിലും ആകേണ്ടത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇതുവരെ ഒരു ഭരണപരിചയമില്ലാത്ത ആദ്യമായിട്ട് MLA ആയ ഒരു യുവനിരയിൽ നിന്നുള്ള ഒരാളാണ് അവിടെ മുഖ്യമന്ത്രിയായത്. അവിടെ മന്ത്രിമാരും വളരെ പ്രായം കുറഞ്ഞവർ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ യുവാക്കൾക്കും തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാകാം.
LDFിൻ്റെ ഭരണത്തിൽ തിരുവനന്തപുരം മേയർ ഒരു വളരെ വളരെ പ്രായം കുറഞ്ഞ ഒരാളെ LDF അവിടെ മേയറാക്കി. അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വലിയ പ്രായമുള്ള ആളാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതിന് മുമ്പ് MLA ആരാകണം നിർബന്ധമില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിന് നമ്മളെക്കാളും വലിയ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ആദ്യമായിട്ട് MLA ആൾ തന്നെ മുഖ്യമന്ത്രിയായി. അപ്പം അങ്ങനെ ആകണമെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ ഈ UDFിൽ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. മന്ത്രിമാരെ തന്നെ തോൽപ്പിച്ച എബിൻ വർക്കിയുണ്ട്, ആരോഗ്യമന്ത്രിയെ തോൽപ്പിച്ച എബിൻ വർക്കിയുണ്ട്. അതുപോലെ നമ്മുടെ പത്തനാപുരത്ത് ഗതാഗത മന്ത്രിയെ തോൽപ്പിച്ച ചാമക്കാല ഉണ്ട്. അങ്ങനെ അത് ബാക്കി മന്ത്രിമാരെ തോൽപ്പിച്ചവരല്ലാതെയായിട്ട് ഇഷ്ടം പോലെ യുവജനങ്ങൾ നമ്മുടെ UDFിൽ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ആർക്ക് വേണേലും മുഖ്യമന്ത്രിയാകാം. എന്തുകൊണ്ടാണ് ഇത്ര താമസം? അപ്പോൾ അത് താമസം കൊണ്ട് കുഴപ്പമുണ്ട്. കാരണം ഈ ഫയലുകൾ തീരുമാനമെടുക്കുന്നില്ല, നയങ്ങൾ മാറുന്നില്ല, ഭരണം നടക്കുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോഴും തുടരുന്നു, അഡ്വക്കേറ്റ് ജനറൽ തുടരുന്നു, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തുടരുന്നു, നീതിയും ന്യായവും സത്യവും ഒക്കെ ഇപ്പോഴും അങ്ങനെ പിണറായി വിജയൻ്റെ ആ ഒരു നയങ്ങളുടെ കീഴിൽ കിടക്കുകയാണ്. പുതിയ ആളുകൾ വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടംപോലെ ആളുകൾ ഈ ഭരണമുന്നണിയിൽ, ഇപ്പോൾ ഭരിക്കേണ്ട മുന്നണിയിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നടക്കുന്നില്ല? നടക്കാത്തതിൻ്റെ കാരണം ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ജയിച്ചു വന്ന ജനപ്രതിനിധികളോ അല്ലെങ്കിൽ കേരളത്തിലുള്ള നേതാക്കളോ അല്ല. അത് ഡൽഹിയിലെ ഒരു വീട്ടിലെ ഒരു അമ്മയും മക്കളും കൂടിയാണ് തീരുമാനം എടുക്കേണ്ടത്. അവരുടെ പേരാണ് ഹൈക്കമാൻഡ് എന്ന് എല്ലാവരും കൂടെ പറയും. അപ്പോൾ അത് ഒരമ്മയും മക്കളുമാണ് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. അത് ഡൽഹിയിലാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള എല്ലാവരും ഫ്ലൈറ്റ് കയറി അവിടെ എത്തണം. അവിടെ എത്തിയിട്ട് അവിടെ എല്ലാവരോടും കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് മീറ്റിങ്ങൊക്കെ നടത്തി ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അപ്പോൾ പരാലിസിസ് ബൈ അനാലിസിസ് എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഇങ്ങനെ ചർച്ച നടത്തി അനാലിസിസ് നടത്തി ഇങ്ങനെ പരാലിസിസിൽ പോവുകയാണ്. കാരണം ഇതിൻ്റെ തീരുമാനം എടുക്കുന്നത് ഈ നമ്മുടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ജനങ്ങളുടെ പ്രതിനിധികളല്ല. ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട പ്രതിനിധികൾ ഇവിടെ കേരളത്തിൽ കൂടിയാലോചിച്ച് അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ചർച്ച നടത്തി ഞങ്ങൾ ഇന്നയാൾ നേതാവാക്കാം എന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. കാരണം അത് ഡൽഹിയിൽ ഒരു കുടുംബത്തിലെ ആൾക്കാർക്ക് മാത്രമേ ആ തീരുമാനമെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവിടുന്നുള്ള എല്ലാവരും പഴയ KPC പ്രസിഡന്റുമാരെയും ഇവിടുന്ന് എന്തെങ്കിലും അഭിപ്രായമുള്ളവരെ ഒക്കെ ഡൽഹിക്ക് വിളിച്ചിരിക്കുക. അവരെല്ലാവരും പൈസയും മുടക്കി ഫ്ലൈറ്റ് കയറി ഡൽഹിയിലെത്തി താമസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചർച്ചകൾ ഇങ്ങനെ എല്ലാം കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ആകത്തുള്ളൂ. ഒരു നല്ല ലീഡറിൻ്റെ ഗുണമെന്ന് പറയുന്ന അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കില്ല് എന്ന് പറയുന്നത് ന്യായമായ ശരിയായ തീരുമാനം ഏറ്റവും വേഗത്തിലെടുക്കുക എന്നുള്ളതാണ്. അതായത് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. അപ്പോൾ ശരിയായ ന്യായമായ ഒരു തീരുമാനം വേഗത്തിലെടുക്കാൻ പറ്റാത്ത നേതൃത്വമാണ് ഈ UDFിന് ഉള്ളതെങ്കിൽ അവരിനി കേരളത്തിൽ ഭരണം തുടങ്ങുമ്പോഴും ഈ ലീഡർഷിപ്പ് സ്കിൽ, അതായത് ശരിയായ ന്യായമായ തീരുമാനങ്ങൾ വേഗത്തിലെടുക്കാൻ ഈ നേതൃത്വത്തിന് പറ്റുമോ? അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ സർവീസിൽ വന്നപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നുള്ള എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, കേരളത്തിൽ ഇവിടുത്തെ ഭരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം ചർച്ചയാണ്, സ്ഥിരം മീറ്റിങ്ങാണ്. അതുപോലെ ഈ ചർച്ചയും മീറ്റിങ്ങും കല്ലിടിയിലുമാണ് ഇവിടുത്തെ ഭരണമെന്നാണ് ഇവിടെയുള്ളവരുടെ വിചാരമെന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന എൻ്റെ ഒരു സഹപ്രവർത്തകനോട് പറഞ്ഞു. കാരണം അവിടെ ഇതുപോലെ ഈ ചർച്ചയില്ല. ഇവിടെ എന്തിനും ചർച്ചയാണ്, മീറ്റിങ്, അതുപോലെ കല്ലിടിയിൽ. ഇതൊക്കെയാണ് ഇവിടെ ഭരണത്തിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഭരണവും ഈ ചർച്ചയും മീറ്റിങ്ങും തീരുമാനങ്ങളൊന്നുമില്ലാതെ നയങ്ങളൊന്നും നടപ്പാക്കാതെ ന്യായവും നീതിയും ജനങ്ങൾക്ക് കിട്ടാത്ത ഒരു ഭരണമാകുമോ എന്ന ഒരു സംശയവും ഈ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിലും മന്ത്രിമാർ വന്ന് ഓരോ വകുപ്പുകളുടെയും ഭരണം ഏറ്റെടുത്ത് ഭരണം തുടങ്ങുന്നതിലുമുള്ള ഈ കാലതാമസം ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്?